ഇ-കൊമേഴ്സ് രംഗത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു റെവല്യൂഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ AI എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അത് നമുക്ക് മേടിക്കാനുള്ള കുറച്ച് ലിങ്കുകളാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത്. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ വെബ്സൈറ്റിൽ പോയി ആ പ്രൊഡക്ട്സുകളെല്ലാം ബ്രൗസ് ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യണം. പക്ഷേ AI തന്നെ ഈ പർച്ചേസും കൂടി നമുക്ക് വേണ്ടി ചെയ്താലോ? ഇന്ന് വരെ AIക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ UCP അല്ലെങ്കിൽ യൂണിവേഴ്സൽ കൊമേഴ്സ് പ്രോട്ടോകോൾ വരുന്നത് കൂടി തന്നെ ഇ-കൊമേഴ്സിൽ വലിയൊരു ചേഞ്ച് ആണ് ഇത് വരാനായിട്ട് പോകുന്നത്. ഗൂഗിളും അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് ജയൻസ് ആയിട്ടുള്ള ഷോപ്പിഫൈ അങ്ങനെയുള്ള കുറച്ച് ബിഗ് കമ്പനീസും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പുതിയ ഓപ്പൺ പ്രോട്ടോകോൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു യൂസർ വെബ്സൈറ്റിൽ പോവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അല്ലാതെ തന്നെ എന്ത് സംഭവിക്കും? പർച്ചേസ് അവിടെ സംഭവിക്കും. ഇനി നമുക്ക് എന്താണ് UCP എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കൊമേഴ്സ് പ്രോട്ടോകോൾ എന്നാണ്. സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു ട്രാൻസ്ലേറ്റർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഓരോ ഇ-കൊമേഴ്സ് സ്റ്റോറുകളും പല ഇ-കൊമേഴ്സ് സ്റ്റോറും പല പ്ലാറ്റ്ഫോമിലായിരിക്കും ബിൽഡ് ചെയ്തിരിക്കുന്നത്. ചില ഇ-കൊമേഴ്സ് സ്റ്റോറുകൾ ഷോപ്പിഫൈയിലായിരിക്കും ബിൽഡ് ചെയ്തിരിക്കുന്നത്, ചിലത് വൂകൊമേഴ്സിലായിരിക്കും ബിൽഡ് ചെയ്തിരിക്കുന്നത്, ചിലത് ലറാവലിലായിരിക്കും ബിൽഡ് ചെയ്തിരിക്കുന്നത്, ചിലത് കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തതുണ്ടാവും, ചിലത് മജൻഡോയിലായിരിക്കും ബിൽഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല ഇ-കൊമേഴ്സ് സ്റ്റോറുകളും സംസാരിക്കുന്നത് ഡിഫറെൻറ്റ് ലാംഗ്വേജുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു AI ഏജൻറ്റിന് നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് നമ്മുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കറൻറ്റ് സിനാരിയോയിൽ പലപ്പോഴും AIക്ക് പർച്ചേസ് പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ UCP വന്നതോടുകൂടി തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോളാണ് കൊണ്ടുവരുന്നത്. ഇതുവഴി ഗൂഗിളിൻ്റെ ജെമിനി ഇല്ലെങ്കിൽ നമ്മുടെ ChatGPT അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു AI ഏജൻറ്റ്, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു AI ഏജൻറ്റിന് നമ്മളുടെ ഷോപ്പിഫൈ സ്റ്റോറിലോ അല്ലെങ്കിൽ വൂകൊമേഴ്സ് സ്റ്റോറിൻ്റെയോ ഒക്കെ ബാക്കെൻഡുമായിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്കവർ പ്രൊഡക്ട്സ് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് വിൽക്കുന്നത് എന്ന് AIക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ